ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിപിൻ സ്പീക്ക് അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൂപ്പർമാൻ. ഇതാ വന്നിരിക്കുകയാണ്. ജെയിംസ് ഗണ്ണിൻ്റെ DCU കിക്ക് ഓഫ് ചെയ്യുന്ന ഫസ്റ്റ് ഫിലിം. അതായത് ഡി സിയുടെ ഫസ്റ്റ് ഇപ്പോൾ റീബൂട്ട് ചെയ്ത് ഒരു ഈ വർഷമാണ് അവരിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവരുടെ സിനിമാറ്റിക് യൂണിവേഴ്സ്. ഇതിനു മുമ്പ് ജസ്റ്റിസ് ലീഗ് വന്നു, അത് സ്നൈഡറിൻ്റെ ഒരു വിഷനിൽ. പക്ഷെ അതൊന്നും വർക്കാവാതെ അവസാനം ഒരുപാട് ഡിലേസിന് ശേഷം, ഒരുപാട് റീകാസ്റ്റിങ്ങിന് ശേഷം ഇപ്പോൾ ജെയിംസ് ഗൺ ഇതിൻ്റെ മൊത്തം കൺട്രോൾ എടുത്ത് പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്ത് ഫസ്റ്റ് ഇറങ്ങുന്ന DCUവിൻ്റെ പുതിയ പടമാണിത്. DC സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഫസ്റ്റ് വരുന്ന പടം സൂപ്പർമാൻ. അപ്പോൾ പടം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്താ പറയുക, ഒരു കിഡിലും വിഷ്വൽ എഫക്റ്റ്. നല്ലൊരു വിഷ്വലി നമ്മൾ ഭയങ്കര ഗ്രാൻഡിയറായി, ഭയങ്കര റിച്ച് ക്വാളിറ്റിയിൽ, നല്ല കളറിൽ. ഇതിന് മുമ്പ് വന്ന DC പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡാർക്ക് ആൻഡ് ക്രീപ്പി ആയിരിക്കും. കാരണം അധികം നമുക്ക് ഒരുപാട് വന്ന പ്രോബ്ലം ആയിരുന്നു. കളറില്ല, സിനിമ ഫുൾ ഇരുട്ടാണ്, 3D കൂടി ആണെങ്കിൽ ഒന്നും കാണാനില്ല എന്നൊക്കെ. പക്ഷേ ഈ പടം നോക്കുകയാണെങ്കിൽ ഫുൾ കളർഫുള്ളാണ്, ഭയങ്കര കളർ. അതായത് നമ്മൾ 3D വെച്ച് കാണുമ്പോൾ ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു ആകാശത്തിൻ്റെ ഒക്കെ ഷോട്ട് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് അടിക്കുന്ന ഒരു ഷോട്ടൊക്കെ വന്നാൽ നമുക്ക് അതിൽ വരുന്ന ആളെപ്പോലും കാണാനില്ല, അങ്ങനത്തെ കളറാണ് വരുന്നത്. അത്രയും പിച്ച് ക്വാളിറ്റിയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ CG വർക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഹൈ ഡെഫിനിഷൻ, ഒരു ഗ്രാൻഡ് ക്വാളിറ്റി കൊണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പൈസ ഇറക്കിയിട്ടുണ്ട്, അതിനനുസരിച്ച് പണിയെടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ ടീമൊന്നും പറയാനില്ല, സൂപ്പറായിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, ഡേവിഡ് കോറൻസ്വെൽ എന്ന് പറഞ്ഞ ആളാണ് സൂപ്പർമാനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അത്യാവശ്യം നീറ്റ് പെർഫോമൻസ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻട്രോ ആണ്. അതായത് ഈ DCയിലെ സൂപ്പർ ഹിറ്റ്മാൻ എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ ലോഞ്ച് ചെയ്ത് തന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിന് പെർഫെക്റ്റ് ആണ്, ഒരു കോമിക് ബുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ളൊരു സൂപ്പർമാനാണ് കേട്ടോ. പിന്നെ റേച്ചൽ ബ്രോസ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇതിൽ ഫീമെയിൽ ലീഡായിട്ട് വന്നിരിക്കുന്നത്. അവർ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. ലെക്സ് ലൂതറായിട്ട് വന്നിരിക്കുന്നത് നിക്കോളാസ് ഹോൾട്ട് ആണ്. അത്യാവശ്യം കിടിലൻ പെർഫോമൻസ് ഉണ്ട്. നമുക്കൊരു വെറുപ്പ് തോന്നുന്ന ആദ്യ അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ പടത്തിൻ്റെ ഡയറക്ടറെ പറ്റി പറയേണ്ട ആവശ്യമില്ല, ജെയിംസ് ഗൺ. അദ്ദേഹത്തിൻ്റെ മുൻപടങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, സൂയിസൈഡ് സ്ക്വാഡ് DCയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാർവലിലാണ് പുള്ളിക്കാരൻ്റെ ഏറ്റവും സൂപ്പർ വർക്ക് നടക്കുന്നത്. ഗാർഡിയൻസ് ഓഫ് ഗാലക്സി 1, 2, 3 മൂന്നും കിടിലൻ പടങ്ങളാണ്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഒരിക്കലും ആ ഒരു ലെവൽ എത്തിയിട്ടില്ല എന്ന് ഞാൻ പറയും. പക്ഷേ മേക്കിംഗ് വൈസ് ആണെങ്കിലും ഇതുവരെ വന്ന DC സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിലും ഒരു ടോപ്പ് നോച്ച് വർക്കാണ്. സൂപ്പർമാൻ ബേസ് ചെയ്ത് വന്ന സിനിമകളിൽ കേട്ടോ ഒരു സൂപ്പർ വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതൊരു തുടക്കമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സൂപ്പർ ഹീറോ യൂണിവേഴ്സിലേക്ക് നമുക്കൊരു കഥാപാത്രത്തിനെ കാണിച്ചു തരികയാണ്. അയാളിലൂടെ നമ്മൾ ആ യൂണിവേഴ്സിലുള്ള മറ്റ് സൂപ്പർ ഹീറോസിനെ പരിചയപ്പെടുക, അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇത് എല്ലാവരെയും തുടക്കത്തിൽ മുതൽ ഇത് 1 to 1 ആയിട്ട് പറഞ്ഞ് കൊണ്ടുവരാതെ ഒരു സിനിമയിൽ തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ കൊണ്ടുവന്ന്, ഗ്രീൻ ലാൻഡൻ, അതുപോലെ ഫോക്ക് ഗേൾ, ഒരുപാട് പേര് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കൊണ്ടുവന്ന് കുറച്ച് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പം തന്നെ നമുക്ക് ഇത് കോമിക് ബുക്ക് കറക്റ്റ് കണ്ടിന്യൂ ചെയ്ത ഒരാൾക്കാണെങ്കിൽ, അതായത് വായിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഏകദേശം എല്ലാവരെയും പെട്ടെന്ന് കണക്ട് ആവും. എനിക്കിതിൽ പകുതി സൂപ്പർ ഹീറോസിൻ്റെ പേര് അറിയില്ല. കാരണം നമ്മൾ മാർവലിൻ്റെ ഒരുവിധം എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട് അവരുടെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൂപ്പർ ഹീറോസിനെ ഫെമിലിയറായി അറിയാം. ഇതിൽ എനിക്ക് ആകെ അറിയാവുന്ന ഗ്രീൻ ലാൻഡൻ്റെ, കാരണം പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പവർ കാണുമ്പോൾ ഗ്രീൻ ലാൻഡൻ ആണെന്ന് അറിയാം. മൊട്ടടിച്ച് വരുന്നത് ലെക്സ് ലൂതറാണ്, വില്ലനാണ് സൂപ്പർമാൻ്റെ എന്ന് അറിയാം. പിന്നെ സൂപ്പർമാൻ ആണെന്നുള്ളത് അത് സൂപ്പർമാൻ ആണെന്നും അറിയാം. ബാക്കിയുള്ളവരുടെയൊക്കെ പേര് ഇതിൽ പറയുമ്പോഴാണ് നമുക്ക് അറിയണം ഇവർ ഇന്ന ക്യാരക്ടറാണ്. പിന്നീട് അത് ഇൻട്രോയിലൊക്കെ നമ്മൾ പോയി സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഇത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഞാൻ DC കോമിക്സ് അധികം വായിച്ചിട്ടില്ല, പക്ഷേ 1-2 കോമിക്സൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ ഓൺലൈനായിട്ട്. അതിൽ ഈ ചിലർ കോമിക് ഉണ്ട്, അതിനായിട്ടൊക്കെ നല്ല കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. കാരണം ആ ഒരു യൂണിവേഴ്സ്, അതായത് ഇപ്പോൾ ഈ സൂപ്പർമാൻ്റെ മെട്രോപൊളിക് എന്ന് പറഞ്ഞ സിറ്റി എങ്ങനെയാണോ കൊമിക്കിൽ കാണിച്ചിരിക്കുന്നത്, അതിന് അക്യൂറേറ്റ് ആയിട്ടാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേ ഒരു കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഡ് ചെയ്തൊരു കൊമിക്ക് ഇപ്പോൾ റിയൽ ലൈഫിലേക്ക്, അതായത് ലൈവ് ആക്ഷനിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെ ഇരിക്കും അതുപോലെ. ഇതിൽ പിന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു സംഭവം ഉണ്ട്, ഒരു പട്ടി, അതായത് സൂപ്പർമാൻ്റെ പട്ടി. അതൊരു ഒന്നൊന്നര സാധനമാണ് കേട്ടോ. അത് ഒരു എന്താ പറയുക, സാധാരണ ഞാൻ ഇതിന് മുമ്പ് വന്ന സിനിമകളിലാണെങ്കിൽ കോമിക് പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളിടത്തോളം സൂപ്പർമാൻ്റെ പട്ടി പറഞ്ഞാൽ ഭയങ്കര അച്ചടക്കമുള്ള, ഭയങ്കര അനുസരണമുള്ള പട്ടിയാണ്. പക്ഷെ ഇതിലേതുള്ളത് പറഞ്ഞാൽ എന്താ പറയുക, ഒരു അനുസരണം ഇല്ലാതെ ഒരു എരണം കെട്ട പട്ടി. നമ്മളൊക്കെ വീട്ടിൽ വളർത്തിയുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ കേൾക്കാത്ത, നമ്മളായിട്ടിട്ട് വൃത്തി കൊണ്ടടിക്കുന്ന ഒരു പട്ടി, അങ്ങനത്തെ ഒരു പട്ടി. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതായത് സൂപ്പർമാൻ നമ്മളുടെ കുറച്ച് സീക്വൻസ് ഒക്കെ നല്ല രസമാണ്. കുതിര കയറുകയാണ് സൂപ്പർമാൻ്റെ അകത്ത്, നല്ല രസമുണ്ട്. ആ ടീസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാണ് ഏകദേശം ആ സാധനം സൂപ്പർമാനെ കുറച്ച് പണി കൊടുക്കും. പക്ഷെ വേണ്ട സമയത്ത് മൂപ്പരെ ബുദ്ധി കണ്ണിങ്ങിന് വർക്ക് ആവുന്നുണ്ട് കേട്ടോ, അത് വേറെ ഉണ്ട്.
പിന്നെ വില്ലനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ക്ലീഷ്യ സ്റ്റോറിയാണ് എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ട് അത് പീക്കിൽ എത്തിച്ചിട്ടുണ്ട്. നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു വില്ലൻ്റെ. വില്ലൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഫീമെയിൽ ലീഡായിട്ട് വന്നിരിക്കുന്ന റേച്ചലും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഓക്കെ, നല്ല പെർഫോമർ ആണെന്ന്. പിന്നെ പറയാനാണെങ്കിൽ സിനിമയെ പറ്റി ഒരുവിധം എനിക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. കുറച്ച് റണ്ണിങ് ടൈം കൂട്ടായിരുന്നു എന്ന് തോന്നി. കാരണം ഈ സിനിമയ്ക്ക് റണ്ണിങ് ടൈം വളരെ കുറവാണ്, വളരെ കുറവായി തോന്നി. 2 മണിക്കൂറിനും വളരെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലുള്ളൂ ഈ സിനിമ. ശരിക്കും ഈ സിനിമ ഒരു 2.5 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഈ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്കൊന്നും കൂടി മനസ്സിലാക്കി തന്ന് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അത്യാവശ്യം നല്ല ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം നന്നായി തന്നെ റേറ്റ് ചെയ്തിട്ട് എൻ്റർടൈൻമെൻ്റ് ആയി കൊണ്ടുപോയിട്ടുണ്ട് പടം. നല്ലൊരു എൻഡിങ്ങുമാണ്. 2 പോസ്റ്റ് ക്രെഡിറ്റ്സ് ഉണ്ട്, കാണാതിരിക്കരുത്. അടുത്ത പാർട്ടുകളിലേക്കുള്ള ലീഡപ്പും കാര്യമൊക്കെ വരുന്ന കുറച്ച് സർപ്രൈസ് ഒക്കെ ഉണ്ടാവും. ഞാൻ സ്പോയിലില്ല, ഞാൻ കഥയിലേക്ക് അധികം കടക്കാതെ പോകുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ. നല്ല തിയേറ്റർ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കണ്ടു നോക്കൂ. കണ്ടിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്നൊന്ന് രേഖപ്പെടുത്താൻ നിങ്ങളുടെ അഭിപ്രായം. പിന്നെ ഈ സൂപ്പർമാൻ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഓരോ സൂപ്പർമാൻ്റെ സിമ്പിൾ ഇട്ട് വെച്ചാൽ നന്നായിരിക്കും. എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്നാൽ ശരി, ബൈ, ഗുഡ് നൈറ്റ്.